സ്വരാജിനെ പിണറായി ഒതുക്കിയതിനു പിന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായ ഉടൻ തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക CPM പുറത്തുവിട്ടെങ്കിലും അഡ്വക്കേറ്റ് M സ്വരാജ് എന്ന യുവനേതാവിനെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ് എന്ന് പാർട്ടി അണികൾ പലരും ചോദിച്ചു. പക്ഷേ ആ ബോധപൂർവമായ ഒഴിവാക്കൽ ഒരൊറ്റ മാധ്യമങ്ങളും വാർത്തയാക്കിയില്ല. ഈ ഒഴിവാക്കലിൻ്റെ അല്ല വെട്ടിനിരത്തലിൻ്റെ കാരണങ്ങൾ അപഗ്രഥിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് i2v ന്യൂസ്. i2v ന്യൂസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹരി, അഡ്വക്കേറ്റ് M സ്വരാജിനെ ഇത്തവണ ഒതുക്കിയതാണെന്ന് തോന്നുന്നുണ്ടോ? ഞാനങ്ങനെ ചോദിക്കുവാൻ കാരണം പിണറായി വിജയനെ പോലുള്ള ഒരു ശക്തനായ ഒരു നേതാവിന് തൻ്റെ ഒരു പ്രതിയോഗിയായി, അതല്ലെങ്കിൽ ഒരു ഒതുക്കേണ്ടുന്ന ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടായി തോന്നാനുള്ള ഒരു കാലിബർ ഈ അഡ്വക്കേറ്റ് M സ്വരാജിന് ഉണ്ടോ? നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സ്വരാജിനെ പോലെ കരിസ്മയുള്ളൊരു CPMലെ ഒരു യുവ നേതാവ് ഇല്ല എന്ന് തന്നെ പറയാം. സ്വരാജിൻ്റെ ഒന്ന് രണ്ട് ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ കൂടുതൽ ബോധ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, അദ്ദേഹത്തിൻ്റെ 47 വയസ്സേ ഉള്ളൂ. രണ്ട്, അദ്ദേഹം ബിരുദാനന്തര ബിരുദധാരിയാണ്, അതേപോലെ തന്നെ നിയമ ബിരുദധാരിയാണ്. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഇടപെടൽ പോലെ തന്നെയാണ്. സ്വരാജ് അങ്ങനെ വൈകാരികമായി പൊട്ടിത്തെറിക്കുന്ന രംഗങ്ങളും നമ്മൾ എവിടെയും കാണാറില്ല. വളരെ പക്വതയോടെയാണ് സംസാരിക്കുന്നത്. അത് തന്നെ ടെലിവിഷൻ ചർച്ചയിലായാലും അതുപോലെ തന്നെ പൊതുസമ്മേളനങ്ങളിലായാലും സ്വരാജിൻ്റെ ഒരു പക്വതയാർന്ന ഇടപെടൽ അത് പൊതുസമൂഹത്തിന് സ്വീകാര്യമാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. രണ്ടാമതായി സ്വരാജുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം, അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിരയിലുള്ള മറ്റ് യുവ നേതാക്കളെ നമുക്ക് പരിശോധിക്കാം. AM ഷംസീർ ആയാലും MB രാജേഷ് ആയാലും അതേപോലെ തന്നെ മുഹമ്മദ് റിയാസ് ആയാലും ഇത്തരത്തിലൊരു ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു യുവ നേതാവ് CPMൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വെറുതെ യൂട്യൂബിൽ പോയി നോക്കിയാൽ മതി. സ്വരാജിൻ്റെ എത്രയോ വൈറൽ പ്രസംഗങ്ങൾ, നിരവധി വൈറലായിട്ടുള്ള പ്രസംഗങ്ങളാണ്. മറ്റൊന്ന് എടുത്തു പറയത്തക്ക ഒരു കാര്യം, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കാര്യമായ വിവാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അഥവാ ഉണ്ടായാൽ തന്നെ അതിന് മുനയൊടിഞ്ഞു പോവുകയാണ് ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം എന്ന് പറയുന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടന്നിട്ടുള്ള അന്ന് വിഭാഗീയത രൂക്ഷമായ സമയത്ത് VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു പ്രശ്നമാണ്. പക്ഷെ അതൊക്കെ ക്രമേണ കെട്ടടങ്ങി. അത് വലിയ കാര്യമൊന്നുമില്ല എന്ന് സ്വരാജ് തന്നെ പറയുകയും മാത്രമല്ല വിഭാഗീയതയുടെ ഭാഗമായിട്ടുണ്ടായി വന്ന ഒരു ആരോപണം എന്ന നിലയിലേക്ക് അതിനെ വഴിതിരിച്ചുവിടാൻ പാർട്ടിയിലെ തന്നെ ഒരു പിണറായി വിഭാഗം തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ആരോപണം ഏശിയില്ല. പിന്നീട് അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ഒരു ആരോപണം ശബരിമല അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസംഗമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ്, അയ്യപ്പൻ്റെ ബ്രഹ്മചര്യവുമായി ബന്ധപ്പെട്ടൊരു പ്രസംഗമാണ്. അതും ഇത്തരത്തിൽ പ്രതിയോഗികൾ ഉപയോഗിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ദയനീയമായി പരാജയപ്പെട്ടു പോയ ഒരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഈ രക്തസാക്ഷി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കുഞ്ഞിക്കണ്ണെതിരായിട്ട് കള്ളൻ എന്ന് വിളിച്ചൊരു അത് അത്തരം ചില മൈന്യൂട്ടായിട്ടുള്ള ചില ആരോപണങ്ങൾ ഒഴികെ സ്വരാജിനെതിരെ കാര്യമായ ആരോപണങ്ങളൊന്നും പാർട്ടിക്കകത്ത് നിന്നോ പുറത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, സ്വരാജ് എന്തുകൊണ്ട് പാർട്ടി സെക്രട്ടറി ആയിക്കൂടാ? അല്ലെ, ചുരുക്കം പറഞ്ഞാൽ ഏത് പദവിയും കൊടുക്കാൻ പറ്റാവുന്ന. കറക്റ്റ്. സ്വരാജിന് പാർട്ടി സെക്രട്ടറി സ്ഥാനം എന്തുകൊണ്ട് കൊടുത്തുകൂടാ? അതിന് യോഗ്യനാണ്. കാരണം അതൃപ്തരായി നിൽക്കുന്ന പാർട്ടിക്ക് ഉള്ളിൽ അതൃപ്തരായി നിൽക്കുന്നവരെ സ്വാധീനിക്കാനുള്ള ശേഷി, അവരെ പാർട്ടിയിലേക്ക് തന്നെ അടുപ്പിക്കാനുള്ള സൈദ്ധാന്തിക പാടവം, ഒപ്പം തന്നെ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന യുവജനങ്ങളെ അടക്കമുള്ളവരെ അട്രാക്ട് ചെയ്യാനുള്ള ശേഷി. അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടും. ഒന്ന്, CPMന് മുഖച്ഛായ തന്നെ മാറും. സ്വരാജ് പാർട്ടി സെക്രട്ടറിയായി വന്നു കഴിഞ്ഞാൽ ഈ വൃദ്ധ നേതൃത്വം അല്ലെങ്കിൽ ഈ മുരണ്ട വരട്ടുവാദ ഈ പറയുന്ന ആ ഒരു നേതൃത്വം മാറിയിട്ടൊരു പുതിയ ഒരു മുഖം നൽകാൻ തീർച്ചയായിട്ടും സ്വരാജിന് പാർട്ടി സെക്രട്ടറിയാൽ സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. CPMന് പുതിയൊരു മുഖം നൽകാൻ കഴിയും. കാരണം നേരത്തെ പറഞ്ഞാൽ അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ഇപ്പോഴും വെയിലത്ത് ആൾക്കാർ ഒന്നിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്, അദ്ദേഹത്തെ പാർലമെന്ററി രംഗത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഏത് സ്ഥാനത്തിനാണ്, ഏത് സ്ഥാനത്തിലും
ഫോർ എക്സാമ്പിൾ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കുക. ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രാധാന്യം നേടുന്നൊരു കാര്യമാണ്. പശ്ചിമ ബംഗാളിൽ പോലും CPM തകർന്നടിഞ്ഞത് ഇത്തരത്തിൽ യുവനിരകളെ കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ടാണ്. ഇവിടെ സ്വരാജ് മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റം, അദ്ദേഹം ഒരു മികച്ച അഡ്മിനിസ്ട്രേറ്ററാണ്, മികച്ച സംഘാടകനാണ്, മികച്ച പ്രാസംഗികനാണ്. അദ്ദേഹത്തിന് നിരവധി ഭാഷകൾ, ഇംഗ്ലീഷ് അടക്കമുള്ള ഭാഷകൾ വഴങ്ങുന്ന ആളാണ്. പരന്ന വായനയുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് മാർക്സിസത്തിൽ ആഴത്തിലുള്ള ജ്ഞാനമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ P. രാജീവിന്റെ മാർക്സിസം പഠിപ്പിക്കൽ നമുക്കറിയാമല്ലോ. അത് ട്രോളിന് ഇടയാക്കുമ്പോൾ ഗോവിന്ദ മാഷിന്റെ മാർക്സിസം പഠിപ്പിക്കൽ ട്രോളാണ്, തമാശയായിട്ടാണ് ജനങ്ങൾ എടുക്കുന്നത്. അതേസമയം M. സ്വരാജ് മാർക്സിസം പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സാധാരണക്കാരന് മനസ്സിലാകുന്ന വിധത്തിലാണ് അദ്ദേഹം മാർക്സിസത്തിന്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഭാഗങ്ങൾ പോലും അദ്ദേഹം പറയുന്നത് വളരെ ലളിതമായിട്ടാണ്, ഒരു സാധാരണക്കാരന് മനസ്സിലാക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഈ മാർക്സിസം ഐഡിയോളജി പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ P. രാജീവ് പറയുന്ന പോലെയല്ല, MA ബേബി പറയുന്നത് പോലെയല്ല, പിന്നെ ഗോവിന്ദൻ മാസ്റ്റർ പറയുന്ന പോലെയല്ല. അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആർജവം, പാഠവം, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ശേഷി, അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്. അദ്ദേഹത്തിൻ്റെ മാർക്സിസത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിൻ്റെ സങ്കീർണമായ വശങ്ങൾ വരെ സാധാരണക്കാരനോട് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറാണ്, അദ്ദേഹം ഒരു ലീഡറാണ്. ഇത്തരത്തിൽ നിരവധി ക്വാളിറ്റികളുള്ള സ്വരാജിനെ എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു എന്നുള്ള കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഈ പറയുന്ന പിണറായി വിജയനും അദ്ദേഹം ഭയക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ ഉയരുന്നത്. അത്തരമൊരു കരിസ്മ തീർച്ചയായിട്ടും M. സ്വരാജിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ സ്വരാജിനെ പോലെയുള്ള പിണറായി വിജയൻ ഭയന്ന രണ്ടു പേരാണ്. ഒന്ന് KK ശൈലജ കഴിഞ്ഞ തവണ മട്ടന്നൂരിൽ കേരള നിയമസഭ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിനാണ്, 60,963 വോട്ടിനാണ്. അതായത് കേരളം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷം. അന്ന് ജനങ്ങൾ കരുതിയത് KK ശൈലജ കേരളത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാകും എന്നായിരുന്നു കരുതിയിരുന്നത്. KK ശൈലജയുടെ മറ്റൊരു പ്രത്യേകത, പാർട്ടിക്ക് അതീതമായിട്ടുള്ള വോട്ടുകൾ സ്വരൂപിക്കാനുള്ള ശേഷി KK ശൈലജയ്ക്കുണ്ട്. ഒരു മുരട്ട് തത്വവാദിയായിട്ടുള്ള പഴയ കമ്മ്യൂണിസ്റ്റുകാരി അല്ല എന്നുള്ളൊരു ഇമേജ് ഉണ്ട്. മാത്രമല്ല KK ശൈലജ ആരോഗ്യമന്ത്രി ടീച്ചറമ്മ, അങ്ങനെ ഒരു ഇമേജ് സാധാരണക്കാരുടെ ഇടയിലുണ്ട്. പാർട്ടിക്ക് അതീതമായിട്ട് അത്തരമൊരു ഇമേജ് ഉണ്ട്. ഈ നിപ്പ പോലുള്ള മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ, കോവിഡ് വന്നപ്പോൾ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ KK ശൈലജ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവരുടെ ജനകീയത എത്രത്തോളം ഉണ്ട്. അതിനെക്കുറിച്ച് അതിലും വലിയ തട്ടിപ്പുകളുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ പോലും അന്ന് ആ സമയത്ത് അവർക്ക് അപ്രകാരം ഒരു ഇമേജ്, ഒരു ടീച്ചറമ്മ, ഒരു പരിവേഷം. മാത്രമല്ല ഈ കോവിഡ് കാലത്ത് KK ശൈലജയുടെ വാർത്താ സമ്മേളനം കാണാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടിയിരുന്നു. അത് പിന്നീട് പിണറായി വിജയൻ ആ സ്ഥാനം ഏറ്റെടുത്തു. പിന്നീട് പിണറായി വിജയന് ഭയമുള്ള ഒരാളായിരുന്നു P. ജയരാജൻ. അദ്ദേഹത്തിന് പാർട്ടിക്ക് അതീതമായിട്ടുള്ള വോട്ടുകൾ അല്ലെങ്കിൽ പാർട്ടിക്ക് അതീതമായിട്ടുള്ള ഒരു ഇമേജ് ഇല്ലെങ്കിലും പാർട്ടിക്കകത്ത് P. ജയരാജൻ ഒരു വലിയ കേഡറാണ്. അദ്ദേഹം ഒരു വലിയ ലീഡറാണ്. അദ്ദേഹത്തെ ഒതുക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിപൂജ PJ ആർമി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ തരം താഴ്ത്തുകയും, എന്ന് മാത്രമല്ല ശോഭന ജോർജ് ഇരുന്ന ഖാദി ബോർഡിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ എത്തി അപമാനിക്കുകയും ചെയ്തു അല്ലേ. അത്തരത്തിൽ P. ജയരാജനെ ഒതുക്കി ശൈലജ ടീച്ചർ ഒതുക്കി പിന്നീടാണ് ഈ സ്വരാജിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഒരുപക്ഷെ നീങ്ങാൻ കാരണം. ഇങ്ങനെ ഒരാൾ അവിടെ. ഈ മൂന്ന് പേരിലും നാളെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടായി ഇദ്ദേഹത്തെ കാണുന്നു. അതായത് ഹാരി പറഞ്ഞ ഈ സ്വഭാവ സവിശേഷത, ഇദ്ദേഹത്തിന്റെ ആ ഒരു നേതൃപാടവം, നല്ല വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഒരു കെട്ടിയിറക്കിയ ഒരു നേതാവല്ല. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായിരുന്നു. അങ്ങനെ സംഘടനാ തലത്തിൽ അതിന്റെ ഓരോ പടവുകളും താണ്ടി ആരുടെയും ഒരു തലതട്ടപ്പന്റെ ആശീർവാദം ഇല്ലാതെ സ്വന്തം സ്കില്ലിൽ കയറി വന്ന അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കായി, അദ്ദേഹത്തെ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടായി ഈ പിണറായി വിജയൻ കാണുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ സ്വരാജ് മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ഈ പറയുന്ന
മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ വലിയ ഭാവിയാണ് ഉണ്ടാകുക. പിണറായിക്ക് ശേഷം ആര് എന്നുള്ളതിൻ്റെ കൃത്യമായ ഉത്തരം ഒരു തലമുറ മാറ്റം തീർച്ചയായിട്ടും. തൊട്ടപ്പുറത്ത് നോക്കൂ, അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഒരു നിര വളരെ സജീവമാണ്. ഒരു വലിയ ഒരു യങ് ഫ്ലീറ്റ് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശാലമായ ഒരു യുവ നേതൃത്വം നിരയുണ്ട്. ഷാഫി പറമ്പില്, കറക്റ്റ്. അതോടൊപ്പം ഇപ്പൊ രാഹുലിനെ പുറത്തു നിർത്തിയെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടം, അതുപോലെ റോജിയം ജോണ്, അബിൻ വർക്കി, വിഷ്ണു നാഥ്, അങ്ങനെ ഒരു വലിയ ശബരിനാഥ്, അങ്ങനെ ഒരു വലിയ നിര തന്നെ യുവ നേതൃത്വം തന്നെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഉണ്ടായിരുന്ന ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ഇപ്പോൾ സ്വരാജ്, അതുപോലെ തന്നെ സ്പീക്കറായിട്ട് അദ്ദേഹത്തിന്റെ പ്രായത്തിലും പക്വത കാണിച്ച എം ഷംസീർ, അതുപോലെ തന്നെ എം പി രാജേഷ്, ഇതുപോലെയുള്ള ആകെ വിരലിൽ എണ്ണാവുന്ന 2 or 3 യുവ നേതാക്കന്മാരെ ഉണ്ടായിരുന്നു. ആ നല്ല യുവ നേതൃത്വ നിരയിലുള്ള 3 പേരെയും ഇദ്ദേഹം ഒതുക്കി എന്ന് പറയാം. അതുപോലെ ഡോക്ടർ തോമസ് ഐസക്കിനെയൊക്കെ നേരത്തെ അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള ഇപ്പോൾ EP ജയരാജനായാലും ശരി, അതുപോലെ തന്നെ തോമസ് ഐസക് ആയാലും ശരി, ജി സുധാകരൻ ആയാലും ശരി, ഈ ടേം വെച്ചിട്ടാണ് ഒതുക്കി. മുതിർന്ന നേതാക്കന്മാരെ ടേമിൽ അവരെ മാറ്റി നിർത്തി ഒരു സെക്കൻഡ് ലെയർ ആയിട്ട് വരാൻ സാധ്യതയുള്ളവരെ മുഴുവൻ സകലവരെയും വെട്ടി നിർത്തി. ഇപ്പോൾ എന്നിട്ട് അവർ വളരെ തമാശകരമായ ഒരു ചോദ്യമാണ്, പിണറായി അല്ലാതെ വേറെ ആര്? അതായത് ഈ യുവ നേതൃത്വ നിരയുടെയും പാർട്ടിയിലെ മുതിർന്ന നേതൃത്വ നിരയുടെയും കൂമ്പ് വെട്ടി അവരെ ഒതുക്കി വെച്ച ശേഷം വളരെ പരിഹാസ്യമായ ഒരു ചോദ്യം ചോദിക്കണം, ഞാനല്ലാതെ പിന്നെ ആര് എന്ന് ചോദിക്കുമ്പോൾ കേരള സമൂഹം തീർച്ചയായും മനസ്സിൽ വിചാരിക്കും, മിടുക്കന്മാരെ ഒതുക്കിയിട്ട് അവരെ വെട്ടി നിരത്തിയിട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം MP ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുർബലനായിട്ടുള്ള ഒരു സംസ്ഥാന സെക്രട്ടറിയാണ് കേരളം കണ്ടത്. അവിടെ ഭരണത്തിലും പാർട്ടിയിലും പിണറായി സമ്പൂർണ്ണമായി പിടിമുറുക്കിയിരിക്കുകയാണ്. നേരത്തെ അദ്ദേഹം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് പോലും കൊടുക്കാതെ പാർട്ടി തീരുമാനമാണെന്ന് പറഞ്ഞുകൊണ്ട് VSനെ വെറും ഒരു ദുർബല മുഖ്യമന്ത്രിയാക്കി മാറ്റിയാണ് പിണറായി വിജയൻ. അത്തരത്തിൽ ഗോവിന്ദൻ മാസ്റ്റർക്ക് പിണറായി ഇടപെടാൻ കഴിയും. അല്ല, ഈ ഗോവിന്ദൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം പിണറായിയുടെ ഒരു പെട്ടിഞ്ഞുപ്പുകാരൻ എന്നതിനപ്പുറത്തേക്ക് ഒരു പാർട്ടി സെക്രട്ടറി എന്നുള്ള ഒരു ഇമേജ് ഒന്നും കേരള സമൂഹം തെളിയിച്ചിട്ടില്ല. അതുപോലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ ക്യാമ്പയിന്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിണറായി അല്ലാതെ മറ്റ് ആര് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ പാർട്ടി അണികൾക്കിടയിലുമുണ്ട്, അനുഭാവികൾക്കിടയിലും. അന്നേരം UDFന് സത്യം പറഞ്ഞാൽ ഏറ്റവും മികച്ച ഒരു ക്യാമ്പയിൻ ആക്കാമായിരുന്നത് നിങ്ങളുടെ പാർട്ടിയിലെ യുവ നേതാക്കന്മാരെ, മികച്ച ഇതുപോലുള്ള നേതാക്കന്മാരെ എല്ലാം വെട്ടി ഒതുക്കിയിട്ട് ഞാൻ മാത്രം, എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന ഈ പിണറായിസത്തിലേക്ക് ഈ പാർട്ടിയെ കൂപ്പ് കുത്തിച്ച് കമ്മ്യൂണിസത്തിന് മാറി പിണറായിസത്തിലേക്കായി പിണറായി വിജയനോടുകൂടി ഈ പ്രസ്ഥാനം തകരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്തം ആർക്ക് എന്നൊരു ചോദ്യം ഇതുവരെ പക്ഷേ UDF ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിച്ചിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, സ്വരാജിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുകയാണെങ്കിൽ 1991 മുതൽ തൃപ്പൂണിത്തുറയിൽ 5 തവണയാണ് ബാബു തുടർച്ചയായി വിജയിച്ചത്. 2016 സ്വരാജ് വന്ന് അവിടെ അട്ടിമറി വിജയം നേടി. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 4465 വോട്ടിനാണ് അവിടെ സ്വരാജ് ഈ ഒരു കുത്തക അവസാനിപ്പിച്ചത്, ബാബുവിൻ്റെ കുത്തക അവസാനിപ്പിച്ചത്. അതിന് ശേഷം അദ്ദേഹം വെറും ഒരു MLA മാത്രമായി ചുരുങ്ങുകയാണ് ചെയ്തത്. 2021 വീണ്ടും അദ്ദേഹത്തെ പരീക്ഷിച്ചെങ്കിലും പരാജയപ്പെട്ടു. 996 മാർജിനൽ വോട്ടിനാണ് പരാജയം. പിന്നീട് സ്വരാജിനെ പാർലമെന്ററി രംഗത്ത് നമ്മൾ കാണുന്നത് 2025 നിലമ്പൂർ PV അൻവർ രാജിവെച്ച ഒഴിവിൽ അദ്ദേഹം ആര്യാടൻ ഷൗക്കത്തിനെതിരെ മത്സരിക്കുകയും അദ്ദേഹത്തിന് 11,077 വോട്ടിന് പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സ്വരാജ് മത്സരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ. ശരിക്കും സ്വരാജിനെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ വെട്ടി മുൻകൂട്ടി എറിയുക എന്ന് പറഞ്ഞ പോലെ ഒരു വലിയ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തന്നെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ രാഷ്ട്രീയ ഭാവി തന്നെ. അതെ, തീർച്ചയായിട്ടും സ്വരാജ് ഇത്തവണ മത്സരിച്ച് വിജയിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഏത് പോസ്റ്റിനും അദ്ദേഹം അർഹനായിരുന്നു. എവിടെയാണ് സ്വരാജ് സ്യൂട്ടാകാത്തത് നമുക്ക് പറയാൻ കഴിയില്ല. സ്വരാജിനെ സ്പീക്കറാക്കാൻ കഴിയില്ലേ? സ്വരാജിനെ വിദ്യാഭ്യാസ മന്ത്രിയാക്കാൻ കഴിയില്ലേ? യുവജന നിയമം, ധനകാര്യം, ഏത് വകുപ്പ് കൊടുത്താലും, അതായത് ഏത് ഗ്യാപ്പും ഫില്ല് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഫിറ്റിനായ ചുരുക്കത്തിൽ സ്വരാജിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പരിഗണിക്കാനുള്ള സാധ്യത എന്തുകൊണ്ട് CPM
കാണുന്നില്ല, അല്ലെങ്കിൽ പിണറായി വിജയൻ ഭയക്കുന്നു അതിനെ. രണ്ടാമത്, സ്വരാജ് പാർട്ടി സെക്രട്ടറിയായി വന്നു കഴിഞ്ഞാൽ പാർട്ടിയുടെ പ്രതിച്ഛായ തന്നെ മാറും. ഞങ്ങൾക്കൊരു പാർട്ടി സെക്രട്ടറി ഉണ്ട്, ഞങ്ങളുടെ ഭാവി ഇയാളിലാണ് എന്ന് ഓരോ പാർട്ടി അംഗത്തിനും ആത്മവിശ്വാസത്തോട് പറയാൻ കഴിയുന്ന ഒരു ഫിഗറാണ് ഇദ്ദേഹം. അതിനപ്പുറത്തേക്ക് ഒരു ക്രൗഡ് പുള്ളറാണ്. ഈ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടുത്തിടയ്ക്ക് ഇത്തരത്തിലുള്ള സ്വരാജിനെ പോലുള്ള ഒരു ക്രൗഡ് പുള്ളറെ, ഒരു പാർട്ടിക്ക് അതീതമായിട്ടുള്ള ആൾക്കാരെ ഒരു പൊതുസമ്മേളനത്തിന് ആകർഷിക്കാൻ തക്ക വിധമുള്ള ഒരു നേതാവും ഇല്ല എന്ന് നമുക്ക് കാണേണ്ടി വരും. ചുരുക്കത്തിൽ ഇത്രയും ഉള്ളൂ. പിണറായി വിജയന് ശേഷം ആര് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം തീർച്ചയായും എം സ്വരാജ് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ചു പറയുന്നത്. പക്ഷേ അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ടുന്ന ഒരു ഉത്തരം, ഒരു മറുപടിയും കൂടെ നമ്മുടെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഈ വെട്ടി ഒതുക്കൽ, ഒരു വെട്ടി നിരത്തൽ ആര് എന്ന ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് പ്രാഥമികമായും ഇത് പിണറായി വിജയന് വേണ്ടി തന്നെയും ഇദ്ദേഹത്തെ സംബന്ധിച്ചോളം ആരുമായി ഒരു പ്രത്യേക കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. മകളോടുള്ള കമ്മിറ്റ്മെന്റ് അല്ലാതെ വേറെ ഒരു വ്യക്തിപരമായും, അത് വ്യക്തിപരമായും രാഷ്ട്രീയപരമായും അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള ആളല്ല. അതാണ് പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ആരോപണം. രണ്ട്, മരുമകന് വേണ്ടി, തനിക്ക് വേണ്ടിയും മരുമകനും വേണ്ടിയാണ് ഈ കടുങ്കൈ, ഈ സ്വരാജിനെ വെട്ടി നിർത്തിയത് എന്ന് ആണ് എൻ്റെ ഒരു പക്ഷം. അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ പിണറായി വിജയനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇതാണ്. അദ്ദേഹം വളരെ ഈ പറയുന്ന മകൾക്കും മരുമകനും വേണ്ടി നിൽക്കുന്നു എന്നുള്ള ഒരു ആരോപണം കാലാകാലങ്ങളായി ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹം അതിനെ ചെറുക്കുന്നത് അത് രാഷ്ട്രീയമായി എന്നെ ആക്രമിക്കുന്നു എന്ന നിലയിൽ ആണ് അദ്ദേഹം അതിനെ ചെറുക്കുന്നതെങ്കിൽ പോലും നമുക്ക് ഒരു മറുപടി പറയാൻ പറ്റുമോ? അതായത് ഈ എന്ത് കാരണത്താലാണ് ഒന്ന് സ്വരാജിനെ ഈ വരുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞായറാഴ്ച വിജ്ഞാപനം വന്ന ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ 82 പേരുടെ ആദ്യത്തെ ലിസ്റ്റ് വിട്ടപ്പോൾ, അല്ലെങ്കിൽ സ്വരാജിനെ സംശയലേശനെ ഒരു പ്രാഥമിക ലിസ്റ്റിൽ തന്നെ ഇടം പിടിക്കാൻ സാധ്യതയുള്ള യുവ നേതാക്കന്മാരെയും എന്തുകൊണ്ട് ഒഴിവാക്കി എന്ന് ഇദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇനിയും വരാൻ പോകുന്ന ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനൊരു തിരിച്ചടി, അതായത് ഈ ആന്റി ഇൻക്യുംബൻസി ഫാക്ടർ പല കാരണങ്ങളാൽ ഈ കോൺഗ്രസിലെ ചക്കുളത്തിപ്പോരും തമ്മിലടിയും കൊണ്ട് ഇവരതിനെ ഡൈലൂട്ട് ചെയ്ത് ഏതാണ്ട് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് പിണറായി വിജയൻ വീണ്ടും കൈവിട്ടു പോയി ഈ വീട്ടിൽ പോയി ചോദിക്കുക പരാമർശവും പിന്നെ അടുത്ത മാധ്യമപ്രവർത്തനോട് തട്ടിക്കയറുന്നത്, ആ ഒരു പിണറായി ഒരു ധാർഷ്ട്യം കാണിച്ചത്. അന്നേരം ഇത് അവസാന നിമിഷത്തിലേക്ക് വീണ്ടും ഒരു സെറ്റ് ബാക്ക് LDFന് ഉണ്ടാകുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ, അപ്രകാരം ഒരു സെറ്റ് ബാക്ക് ഉണ്ടായാൽ തീർച്ചയായും ഒരു പുനർചിന്തനം, ഈ പിണറായിക്ക് ശേഷം പ്രളയം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഉള്ള ഒരു സൊല്യൂഷൻ, ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു ബീക്കൺ ഓഫ് ഹോപ്പ്, ഒരു പ്രതീക്ഷയുടെ നാളം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു അത് തന്നെ ഒരു യുക്തിഭദ്രമായി നമുക്കത് പറയാൻ കഴിയും. കാരണം എന്തുകൊണ്ട് സ്വരാജ് വന്നുകൂടാ എന്നുള്ളൊരു ചോദ്യം പാർട്ടി അണികൾക്കിടയിലും പാർട്ടി കേഡർമാർക്കിടയിലും ഉണ്ടായാൽ അതിന് തെറ്റു പറയാൻ കഴിയും. അതെ, അന്നേരം സ്വാഭാവികമായും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രകാരം ഒരു ചോദ്യം ജനങ്ങളുടെ അല്ലെങ്കിൽ അണികളുടെ ഭാഗത്ത് ഉയരത്തില്ല. എന്തുകൊണ്ടാണ് ഈ യുവനേതാക്കന്മാരെ പ്രത്യേകിച്ച് സ്വരാജിനെ പോലെ ഉള്ളവരെ ഒഴിവാക്കിയത് എന്ന് ആൻസർ പറയേണ്ടി വരും. മാത്രമല്ല ഈ CPMന്റെ പരാജയത്തിന്റെ കാരണം തുടർഭരണം തന്നെയാണ്. 1977 പശ്ചിമ ബംഗാളിൽ വന്ന തുടർഭരണം 34 വർഷമാണ് തുടർന്നത്. ഇപ്പോൾ അവിടെ പാർട്ടി വളരെ ദുർബലമാണ്. പ്രത്യേകിച്ച് നമുക്ക് ചർച്ച ചെയ്ത് കഴിഞ്ഞ വിഷയമാണ്. ത്രിപുരയിൽ അതുപോലെ തന്നെയാണ്. തുടർഭരണം ആളുകളെ മടുപ്പിച്ചു, മുഷിപ്പിച്ചു. ഒരേ ആൾക്കാർ, ഒരേ മുഖം, ഒരേ ആൾ തന്നെ. എവിടെ നോക്കിയാലും ഞാൻ എൻ്റെ ഫുൾ ഫിഗർ എന്ന നിലയിലേക്കുള്ള ഒരു ഏകാധിപതിയിലേക്ക്, തികഞ്ഞ ഒരു പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഏകാധിപതിയിലേക്ക് പാർട്ടിയെയും പാർട്ടി സംവിധാനങ്ങളെയും എല്ലാം ആ ഒരു സിംഗിൾ ബിന്ദുവിൽ ക്രോഡീകരിച്ചു, ഏകീകരിച്ചു എന്ന് പറയുന്ന ഒരു പതറ്റിക് സിറ്റുവേഷനിലേക്കാണ് അതുകൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അത് പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് കൊടുക്കേണ്ടി വരുന്ന ഒരു വില എന്ന് പറയുന്നത് വലിയ വിലയായിരിക്കും. തിരിച്ചിനി ഈ പറയുന്ന പോലെ ഒരു സംവിധാനം, ഒരു സംഘടനാ സംവിധാനങ്ങളും ഒക്കെ ഇതിൻ്റെ അലകും പിടിയും മാറ്റി കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു വലിയൊരു കനത്ത വെല്ലുവിളിയാണ് CPM കേരളത്തിൽ കാത്തിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്തരത്തിൽ എന്തുകൊണ്ട് സ്വരാജ്, അതിന് നമുക്ക് യെസ് എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ? അതെ, തീർച്ചയായും സ്വരാജിനെ ഇത്തവണ വെട്ടി ഒതുക്കിയതാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന ഇപ്രകാരം ഒരു പരാജയം ഉണ്ടായി അവരൊരു ആത്മവിചിന്തനം നടത്തുമ്പോൾ മനസ്സിൽ അവർക്ക് കോറിയിടാവുന്ന ഒരു പേരും ഇതാണ്. ഇതിനുള്ള ഒരു പനേഷ്യ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ട് പിണറായിക്ക് ശേഷം. അതെ, അതിനൊരു കച്ചിത്തുരുമ്പില്ലാത്ത അവസ്ഥയല്ല
എന്നുള്ള ഒരു കാര്യം കൂടി ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ മുഖ്യധാര മാധ്യമങ്ങൾ പോലും ഈ LDFന്റെ പാത, അതായത് UDFനെ കടന്നാക്രമിച്ചപ്പോഴും സ്ഥാനാർത്ഥിയെ പുറത്തെട്ടുക ലേറ്റ് ആയപ്പോൾ പോലും എല്ലാം ശക്തമായ വിമർശനം നടത്തിയപ്പോൾ പോലും ഈ ഒരു വെട്ടിനിരത്തലിനെ കുറിച്ച് കാര്യമായി ആരും ചർച്ച ചെയ്തില്ല, ശ്രദ്ധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പരിണിത ഫലം എന്തായിരിക്കുമെന്നും ആരും നിലവിൽ ഇതുവരെ ചർച്ച ചെയ്തതായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രകാരം ഒരു i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.